പഞ്ചവാദ്യ രംഗത്ത് ചരിത്രം കുറിക്കാൻ വനിതകൾ. മലപ്പുറം ജില്ലയിലെ എടപ്പാളിലുള്ള സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിലെ 74 വിദ്യാർത്ഥികൾ ഈ വരുന്ന വനിതാ ദിനത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിക്കും. വാദ്യരംഗത്ത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ലിംഗ അസമത്വം തിരുത്തി കുറിക്കുകയാണ് ഈ വീരശൂര പരാക്രമിയുടെ ലക്ഷ്യം. ത്രസിപ്പിക്കുന്ന വാദ്യവൈവിധ്യം ഇനി വനിതകൾക്കും സ്വന്തം. മലയാളികൾക്ക് അഭിമാനിക്കാൻ വക നൽകി വനിതാ പഞ്ചവാദ്യ സംഘം അരങ്ങേറ്റം കുറിക്കുന്നു. സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള വനിതകൾ പഞ്ചവാദ്യം അവതരിപ്പിക്കും. വർണ്ണവർഗ സമുദായ വേർതിരിവുകളില്ലാതെ എല്ലാവർക്കും ഈ രംഗത്ത് കടന്നുവരാൻ അവസരമുണ്ടാകണമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രശസ്ത വാദ്യകലാകാരൻ സന്തോഷ് ആലങ്കോട് നയിക്കുന്ന സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ പ്രവർത്തനം. സന്തോഷ് ആശാന്റെ ബേസിക് നേച്ചർ വെല്ലുവിളികൾ ഏറ്റെടുക്കലാണ്. അപ്പം നമ്മൾ കുറച്ച് പേര് അതിൻ്റെ കൂടെ നിന്നു. ഓഫീസിലുള്ളവരും ഞങ്ങൾ കുറച്ച് കോർഡിനേറ്റേഴ്സും കുറച്ച് രക്ഷിതാക്കളും ആദ്യം അതിൻ്റെ കൂടെ നിന്നു. തിമിലയും ഇലത്താളവും മദ്ദളവും ഇടയ്ക്കയും കൊമ്പും ചേർന്ന് തീർക്കുന്ന ശബ്ദ താള പ്രപഞ്ചം. താളവൈഖരി അത് ലിംക റെക്കോർഡിൽ ഇടം നേടിയതാണ്. 2 വാദ്യോത്സവം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി കുട്ടികളെ 1500ഓളം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പ്രായമായിട്ടും എല്ലാവരും ഒരുമിച്ച് ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ബിഥോവനും മൊസാട്ടുമൊക്കെ തീർത്ത പാശ്ചാത്യ സംഗീത സിംഫണികൾക്കൊപ്പം നിൽക്കുന്ന വാദ്യവിസ്മയം. മൂക്കുതല കേന്ദ്രീകരിച്ചിട്ട് 10-12 പേരുണ്ടായിരുന്നു. അങ്ങനെ പഠിത്തം തുടങ്ങി. ആശാനും കൂടെ പറഞ്ഞപ്പം എന്നാന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്തതാണ്. അച്ഛൻ പഞ്ചവാദ്യം പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ക്ലാസ് കാണാൻ വേണ്ടി പോയതാണ് സത്യത്തിൽ ഞാൻ. അപ്പോൾ അങ്ങനെ അച്ഛനും കൂടി താല്പര്യപ്പെട്ടിട്ട് അതിൽ തുടക്കം കുറിക്കായിരുന്നു. സോപാനം സ്കൂളിന്റെ വാദ്യകലാ പഠന കേന്ദ്രം, കലാഗ്രന്ഥശാല, സഭാമണ്ഡപം എന്നിവയുടെ ഉദ്ഘാടനവും ഉണ്ടാകും. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, കരിയണ്ണൂർ നാരായണൻ നമ്പൂതിരി, മട്ടന്നൂർ ശ്രീജിത്ത്, മട്ടന്നൂർ ശ്രീകാന്ത്, കോട്ടയ്ക്കൽ രവി, കവി ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവരും പങ്കെടുക്കും. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.